എനിക്ക് എങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റാത്ത എന്താ എനിക്ക് അറിഞ്ഞൂടാ. ഒരു സാധാരണ സാമാന്യ ബുദ്ധി, മനുഷ്യന്റെ ഒരു തിരിച്ചറിവ്, ഒരു കോമൺ സെൻസ് അത്ര പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഈ സമയം ചെലവഴിച്ചിരുന്ന് ഈ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ. എത്രയോ പേര് കല്യാണം കഴിക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ട് എന്തിനാ കല്യാണം കഴിക്കുന്നത്, ലിവിങ് ടുഗദറായി നിന്നാ പോലെ. അതൊരിക്കലും എനിക്ക് ശാശ്വതമല്ല. ഇതെന്താ ടെസ്റ്റ് ചെയ്തിട്ട് വിടാൻ വേണ്ടിയിട്ടുള്ള സംഭവമൊന്നും അല്ലല്ലോ. എനിക്കൊരു ലൈഫ് വേണം, കാരണം എനിക്കൊരു ഐഡന്റിറ്റി വേണം. ഇതെന്റെ ഭർത്താവാണ്, നാലാൾ അറിയണം. എനിക്ക് 2 കുട്ടികളാണ്. എനിക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ കളിക്കാൻ വേണ്ടി ഇല്ല. ഇനി നല്ലൊരു ലൈഫ് കംപ്ലീറ്റ് എന്റെ തീർന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ഞങ്ങൾ കല്യാണം അറിയിച്ചു. ഞങ്ങൾ എല്ലാവരും അറിയിച്ചു തുടങ്ങിയപ്പോൾ കുഞ്ഞുമോക്ക് ഒരു ഫോൺ കോൾ, ഇവനെ കുറിച്ച് അന്വേഷിച്ചിട്ടാണോ, ഇവൻ ആള് മഹാ മോശമാണ് എന്ന് വളരെ മോശമായിട്ടുള്ള ഒരാളാണ് വിളിച്ച് പറയുന്നത്. നീ 10 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അപ്പൊ അങ്ങനെ വാർണിംഗ് ഒക്കെ. അപ്പൊ അതുപോലെ തന്നെ അവൾക്ക് പഠിപ്പില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറയാ, എന്റെ അടുത്ത് അത് ഒരേ സ്ഥലത്ത് നിന്നാ വരുന്നതെന്നാണ് ഏറ്റവും കോമഡി. ഏട്ടനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കരഞ്ഞിട്ട് എന്തിനാ മക്കളെ നിങ്ങൾ പിരിയുന്നു, നിങ്ങൾ പിരിയല്ലേ, അമ്മമാർക്ക് ടെൻഷൻ ഒന്നും വരാ. നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്, വീഡിയോസ് ഒക്കെ കാണലുണ്ട്. പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന കാണുമ്പോൾ ചെറിയ അസൂയൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ലോകം പ്രകാശപൂരിതമാക്കാൻ ഇനി അസാസ് LED ലൈറ്റ്സ്. വീട്ടിലേക്കും ഓഫീസിലേക്കും ഇനി ദ കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻ. അസാസ് എന്നാൽ ക്വാളിറ്റിയാണ്. അപ്പൊ ഇനി മറക്കണ്ട, അസാസിലേക്ക് പോവാം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആഴങ്ങളിൽ മനസ്സ് പറയുകയാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും പരിചിതരായിട്ടുള്ള 2 അതിഥികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പരിചയപ്പെടുത്താൻ തുടങ്ങിയാൽ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. കാരണം പ്രത്യേകിച്ചും അദ്ദേഹത്തെ നമ്മുടെ മുന്നിലുള്ളത് ക്രിസ് വേണുഗോപാൽ, അയിലൂർ വേണുഗോപാൽ കൃഷ്ണൻ, ദിവ്യ ശ്രീധർ. കുറച്ചും കൂടി ഇപ്പൊ മാറ്റി പറയുകയാണെങ്കിൽ ദിവ്യ കൃഷ്ണൻ എന്ന് പറയട്ടെ. ഇല്ല, അതിലൊരു കാര്യമുണ്ട്. കല്യാണം കഴിയുന്നതിന് മുന്നേ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഇനി എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ദിവ്യ ശ്രീധർ ആയിരിക്കണം. ആ ഇൻഡിവിജ്വാലിറ്റി കളയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ജീവിതത്തിൽ വന്നതുകൊണ്ട് പേരും ജീവിതവും എല്ലാം മാറ്റിവെക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഷീ ഹാസ് ടു ബി ഹെർസെൽഫ്. നല്ല ആറ്റിറ്റ്യൂഡാണ്. എന്റെ പേരിൽ ഞാൻ ഒരിക്കലും കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ പേരിന്റെ സർനെയിം ഒന്നും മാറ്റുകയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ചോദിക്കും, ഞാൻ പറയും എന്റെ സർനെയിം അപ്പോഴും മേനനായിരുന്നു, പിന്നെയും അങ്ങനെ ആയിപ്പോയി, അല്ലാതെ ഞാനായിട്ട് മാറ്റില്ല എന്ന് പറഞ്ഞു. കറക്റ്റ് ഒരു ഇത്രയും ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഭർത്താവാണെന്നുള്ള കാര്യം ആദ്യം തന്നെ ഞാൻ പറയട്ടെ. ഞാൻ ചോദിച്ചു, ഞാൻ ചുമ്മാ എഴുതുമ്പോ കൂടി എന്റെ അടുത്ത് പറയുന്നത് അവിടെ അച്ഛന്റെ പേരിട്ടാ മതി. അത് ആ ചോദിച്ചു എന്നുള്ളത് ദിവ്യയുടെ മനസ്സിലെ നന്മയും സന്തോഷവും. അങ്ങനെ ഒരു ഉത്തരം ക്രിസ് പറഞ്ഞു എന്നുള്ളത് ക്രിസിന്റെ മനസ്സിന്റെ വലിപ്പം. ഫെമിനിസം ഒരു മെയിൽ ഷോവനിസം അങ്ങനെയുള്ള ഇതിലെ കാറ്റഗറിയിൽ മാറ്റുന്നതിന് പകരം ഇൻഡിവിജ്വാലിറ്റി എന്നുള്ള ഒരു കാര്യം. അതായത് ഇത്രയും കാലം ഇൻഡസ്ട്രി അറിഞ്ഞിരുന്ന ദിവ്യ ശ്രീധർ സഡൻ ആയിട്ട് ഒരു ദിവസം ദിവ്യ ക്രിസ് ആവേണ്ട ആവശ്യമില്ല. ദിവ്യ ശ്രീധറായിട്ട് തന്നെ നിങ്ങൾ പ്രേക്ഷകർ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ വെറുതെ ഒരു രസത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന സ്വഭാവക്കാരായിട്ടുള്ളവര് ഉണ്ടാവാം, ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. അവര് ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, പല വാക്കുകളും ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് അവരെ നോയിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരത് എടുക്കുന്നത് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ശരിയല്ലേ ക്രിസ്? ഇതില് നമ്മൾ പൊതുവെ വീട്ടിലൊക്കെ സംസാരം ഉണ്ടാവുമ്പോൾ ആരെങ്കിലൊക്കെ പറയും, അവൻ പണക്കാരനായത് എങ്ങനെയാണെന്നറിയാം, അവൻ റോഡിൽ നിൽക്കുമ്പോൾ വഴിയിൽ നിന്ന് ഒരു പെട്ടി കിട്ടി, ആ പെട്ടിക്കകത്ത് മുഴുവനും ഗോൾഡ് ബിസ്ക്കറ്റ് ആയിരുന്നു, അവൻ ഓവർനൈറ്റ് അവൻ പണക്കാരൻ. അപ്പൊ ഞാൻ ചോദിക്കാറുള്ളത്, നിങ്ങൾ റോഡിൽ പോയി നിൽക്കൂ, എവിടെയാണോ ഈ പെട്ടി വീഴുന്നത് അവിടെ പോയി നിൽക്കൂ, എന്നിട്ടായി കാണിക്കൂ. കാരണം there is a story of struggle between that. ഈ പെട്ടി കിട്ടി എന്ന് പറയുന്ന ആൾ എത്ര കഷ്ടപ്പെട്ടു നമുക്കറിയില്ല. അപ്പൊ പച്ചയ്ക്ക് പറയും അവൻ കള്ളക്കടത്തി, എന്നാ ധൈര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിക്കും. അപ്പൊ അതേപോലെ ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ളത് എന്റെ വ്യക്തി ജീവിതം ആൾക്കാർക്ക് കുറ്റം പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നതിന് മുന്നേ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ദിവ്യയോട് ആരും ചോദിച്ചില്ല കല്യാണം കഴിച്ച ഒരു ജീവിതം തരാമെന്ന്? എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ പറയാൻ ധൈര്യമില്ലാത്തവരെ കമന്റ് ചെയ്തിട്ട് എനിക്ക് ഐ ഡോണ്ട് റിയലി തിങ്ക് ദാറ്റ് ഐ ഷുഡ് ഈവൻ ലുക്ക് അറ്റ് ദം. കാരണം അവർക്ക് മലയാളികൾ പൊതുവെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അയ്യോ 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 എന്നൊക്കെ പറയും. പക്ഷെ അവർക്കൊരു നല്ലത് വന്നു കഴിഞ്ഞാൽ ഒരു സ്കെപ്റ്റിക്കൽ ആയിട്ടാണ് പിന്നെ അതിനെ കാണുന്നത്. ഡയലോഗ് മാറുന്നില്ല. ഇതിപ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കല്യാണത്തിന് മുന്നേ കാമുകയും കാമുകനും പപ്പി എന്ന് വിളിക്കുന്നത് കല്യാണം കഴിഞ്ഞാടാ പട്ടി എന്ന് വിളിക്കുന്നത് ഒന്ന് തന്നെയാണ്. കാരണം മൃഗം മാറുന്നില്ല. അതേപോലെ വിഷമം വന്നു കഴിഞ്ഞാൽ അയ്യോ അയ്യോ എന്ന് പറയുന്നത് നന്നായി കഴിഞ്ഞാൽ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ അതേ വേർഡ് തന്നെ ആർക്കും സഹിക്കാൻ പറ്റില്ല. അതെ, ക്രിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ പല ഇന്റർവ്യൂവിൽ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് ക്രിസ്റ്റിനെ പേഴ്സണലായിട്ട് കഴിഞ്ഞ ഒരു
20-ലേറെ വർഷക്കാലമായിട്ട് മോർ ദാൻ 25 ഇയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അറിയാം. ക്രിസ് എന്താ പറയാ അന്ന് ലോ കഴിഞ്ഞിട്ടാണോ റേഡിയോക്ക് പോകുന്നതിന് മുന്നെയാണ് ദുബായിലേക്ക് റേഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ക്രിസ്. എഞ്ചിനീയറിംഗും ഒരു PGDPM മാത്രം കഴിഞ്ഞ സമയത്തുള്ള ക്രിസിനെയാണ് എൻ്റെ ഓർമ്മ. ആ ഓർമ്മയിലുള്ള ക്രിസിന് അതിമനോഹരമായിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന, ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും തമിഴും ഒക്കെ നന്നായി ഉപയോഗിക്കുന്ന നല്ല അവതാരകൻ. അതുപോലെ തന്നെ വോയിസ് കോച്ച് അല്ലേ, വോയിസ് കോച്ചിങ് ചെയ്തിരുന്നു. അതിനുശേഷം ഹിപ്നോതെറാപ്പി പഠിച്ചില്ലേ അല്ലേ, എൻ്റെ ഓർമ്മ ശരിയാണ്, ഹിപ്നോതെറാപ്പിസ്റ്റായി. പിന്നീട് ലോ പഠിച്ച് ലിറ്റിഗേഷൻ, അതായത് നിയമജ്ഞനായി, വക്കീലായി. നിയമജ്ഞനും വക്കീലും രണ്ടാണ്. വക്കീൽ പ്രൊഫഷനും ചെയ്തു. ഇങ്ങനെ പല മേഖലകളിൽ ക്രിസ് എൻഗേജ്ഡ് ആയിരുന്നു. ദിവ്യയ്ക്ക് അറിയാമായിരിക്കും ഇതൊക്കെ, പക്ഷെ പ്രേക്ഷകർക്ക് പലർക്കും ഇത് അറിയില്ലായിരിക്കാം. ക്രിസിനെ പെട്ടെന്ന് ഇപ്പൊ എല്ലാവരും കാണുമ്പോൾ ഇന്ന സീരിയലിൽ അഭിനയിക്കുന്നയാൾ, ഇന്ന കാര്യത്തിൽ മോഡൽ ചെയ്ത ആള് എന്ന് മാത്രമായിരിക്കും പറയാം. പക്ഷെ ക്രിസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ എഴുതി ചേർക്കാനായിട്ടുള്ള ഡിഗ്രികളുടെയും അതുപോലെ തന്നെ ടാലന്റുകളുടെയും സ്കില്ലുകളുടെയും ഒരു നീണ്ട നിരയുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. ഒരു ഡിഫറൻസും കൂടെ ആഡ് ചെയ്യാം. ഡിഫറൻസോ? കാരണം ആർക്ക് വേണമെങ്കിലും ഒരു ഡിഗ്രിയോ സർട്ടിഫിക്കേഷനോ ഡിപ്ലോമയോ എല്ലാം എഴുതിയെടുക്കാം. അതൊന്നും വലിയ കാര്യമല്ല. അതും എസ്പെഷ്യലി ഈ കാലത്ത് AI ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കിട്ടാവുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് പഠിക്കുന്നതോ അത് പ്രയോഗിക്കുന്നതോ അതെല്ലാം ഒരു വ്യക്തിയുടെ ആഗ്രഹം. എനിക്ക് ഇപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഇപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ മുത്തും ദേവയും അവര് ഞാൻ നല്ല അച്ഛനാണെന്ന് എപ്പോ പറയുന്നു, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡിഗ്രി. കുഞ്ഞുമോക്ക് ഞാൻ എപ്പോഴാണോ നല്ലൊരു ഹസ്ബൻഡ് ആവുന്നത്, കുഞ്ഞുമോൾ ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് സംസാരിക്കാൻ എനിക്ക് പേടി തോന്നുന്നു. ആ പേടി എന്ന് മാറുന്നു അന്ന് ഞാൻ നല്ലവനായി. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രിക്ക് പഠിച്ചാലും നമുക്ക് കിട്ടില്ല. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അങ്ങനെ ഒരു കോഴ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ റെഡിയാണ്. ക്രിസ് പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷെ ക്രിസിന്റെ പൊൻതൂവലുകളാണ് ഇതൊക്കെ. പക്ഷെ അതിലപ്പുറത്തേക്ക് ഒരു മനുഷ്യനായി നിന്നുകൊണ്ട് നല്ല ഭർത്താവുക, നല്ല അച്ഛനാവുക, ആത്യന്തികമായിട്ട് നല്ല മനുഷ്യനാവുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലുതെന്നാണ് ക്രിസ് പറഞ്ഞത്. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ കുഞ്ഞുമോളുടെ അടുത്ത് ഒരു കാര്യം പറയുണ്ടായി. നമ്മൾ നല്ല കാര്യങ്ങൾ 20 ദിവസം ഓർമ്മ നിൽക്കും, വിഷമങ്ങൾ 20 വർഷം ഓർമ്മ നിൽക്കും. അപ്പൊ എല്ലാ 20 ദിവസവും എന്തെങ്കിലും നല്ലത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നാലേ 20 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ വിഷമങ്ങൾ മാറി എൻ്റെ ലൈഫിൽ നല്ലതുണ്ടായി എന്ന് തോന്നുള്ളൂ. അപ്പൊ ഈ 20 ദിവസത്തിൽ ഒരു പുതിയൊരു സർപ്രൈസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ടെനുവസ്. പക്ഷെ അത്രയും ആഗ്രഹങ്ങൾ കുഞ്ഞുമോൾക്ക് ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഈ ദിവ്യ എന്ന് പറയുന്ന ക്രിസിന്റെ കുഞ്ഞുമോളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ദിവ്യ ഒരു എന്താ പറയാ, ഞാൻ അറിഞ്ഞിടത്തോളം ദിവ്യ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള എന്താ പറയാ, ജീവിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തെത്തി, കണ്ണൂരുകാരിയാണ്, തിരുവനന്തപുരത്തെത്തി 2 കുഞ്ഞുങ്ങളെയും വളർത്തി ഉത്തരവാദിത്തമുള്ള ഒരു അമ്മയായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിച്ച ഒരാളാണ്. പക്ഷെ വളരെ ഇന്നസെൻ്റാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, സെറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാട്ടോ. സെറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ദിവ്യ സംസാരിക്കുമ്പോൾ തന്നെ ദിവ്യ എല്ലാവരോടും ആ ഒരു റെസ്പെക്റ്റിലാണ്. എവിടെയോ ദിവ്യയ്ക്ക് ഉള്ളിലൊരു തോന്നലുണ്ടായി, അയ്യോ എനിക്ക് ഇവരുടെ അത്രയും ഉള്ള ഒരു ഇന്റലിജൻസ് ഇല്ലേ, അല്ലെങ്കിൽ ഇവരെ പോലെ ഇല്ലേ ദിവ്യ, സത്യമല്ലേ ഞാൻ പറയണേ, അങ്ങനെ ഒരു തോന്നല് കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് ഞാൻ 50 എപ്പിസോഡ് കഴിഞ്ഞ സീരിയലിൽ ഞാൻ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ ദിവ്യ കല്യാണം കഴിക്കുന്നത് കാണുന്ന നമ്മളെല്ലാവരും ഒരുപാട് റെസ്പെക്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും അത്ഭുതത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട കഥ എനിക്ക് ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് ഈ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ തീരുമാനം എടുത്തല്ലോ, ഇത്രയും ഇന്റലിജന്റും ഔട്ട് ഗോയിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അയ്യോ ഞാൻ ഇയാൾക്ക് എങ്ങനെയായിരിക്കും ചേരുക എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ദിവ്യക്ക്. അതൊന്ന് പറയോ? അതല്ല, ഞാന് അതിന് മുന്നേ ഞാൻ പല സെറ്റിലും ഞാൻ ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞ് എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറച്ച് മെച്ചുവേർഡായിട്ട് അല്ലെങ്കിൽ എന്താണ് കുറച്ച് നമ്മളെ ചേച്ചിക്ക് ഇപ്പൊ എന്നെ അറിയാം, സെറ്റിൽ ഉണ്ടാവുന്ന ഞാൻ എങ്ങനെ ആയിരുന്നു അറിയാം. ഒരു എന്താണ് ഒന്ന് രാത്രിയാവുമ്പോൾ എങ്ങനെ വീട്ടിലെത്തിപ്പെടാം എന്നറിയുന്ന. എനിക്ക് ഓർമ്മയുണ്ട് ദിവ്യ, എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള മനസ്സിനക്കരെ എന്ന് പറയുന്ന സീരിയൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല ഇന്റർവ്യൂ ചെയ്തവര്. ദിവ്യ വൈകുന്നേരം ഒരു 4:30 കഴിഞ്ഞാല് ദിവ്യ ആകെ സ്ട്രെസ്ഡ് ഔട്ട് ആവും. എന്താ വെച്ചാല് ദിവ്യയുടെ മകൻ സ്കൂളിൽ നിന്ന് വരും. അന്ന് അവന് എത്ര വയസ്സാണ്? 5 വയസ്സ് അല്ലെ, 4-5 വയസ്സ്.
അത്രേ ഉള്ളൂ, 4-5 വയസ്സ്. അപ്പോൾ ആ മോൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ വിശന്ന് വീട് തുറന്നു കയറണം. 4 വയസ്സുള്ള കുട്ടിയാന്ന് ഓർക്കണേ. ഒരു വീടിന്റെ അപ്സ്റ്റെയറിലാണ് താമസിക്കുന്നതെന്ന്, ശരിയല്ലേ? മോള് പഠിക്കാൻ പോവാ. അപ്പൊ വീട്ടിൽ വന്ന് കേറിയിട്ട് അവൻ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് രാവിലെ ദിവ്യ പോരുമ്പോ എടുത്തു വെച്ച ഭക്ഷണം അവൻ കഴിച്ച് അവനെ കാത്തിരിക്കുകയാണ് അവിടെ. അമ്മ ഇപ്പൊ വരും. ഇപ്പൊ ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ അവന്റെ ഫോൺ വരും, അല്ലെ? ഓർമ്മയുണ്ട്. അമ്മ ഇറങ്ങിയോ, അമ്മ വന്നോ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിൽ ദിവ്യ നിൽക്കുമ്പോ ചിലപ്പോ ആ ഷോട്ട് എന്ന് പറയുന്നത് വേറൊരു തരം എന്തെങ്കിലും ചിലപ്പോൾ റഫായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ മൂഡ് അങ്ങനെയുള്ള മൂഡിൽ നിൽക്കുന്നതായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ദിവ്യയുടെ കണ്ണ് നിറയുന്നതും തിരിഞ്ഞു നിന്ന് കണ്ണ് നിറയുന്നതും ഇത് സ്വിച്ച് ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ ഒരു ദിവ്യയെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിവ്യ ഇത്രയും സ്ട്രെങ്ത്തിൽ ഇങ്ങനെ പുറത്തോട്ട് വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്, അല്ലെ ദിവ്യ? ദിവ്യ ഇത് പറയുമ്പോ തന്നെ കണ്ണു നിറയുന്നത് ദിവ്യക്ക്. അത് പറയുന്നത് അതാ ഞാൻ പറഞ്ഞ എന്നെ അറിയുന്നവർക്കേ അറിയുള്ളൂ, എന്റെ അവസ്ഥ അറിയുന്നവർക്ക്. പറഞ്ഞുണ്ടാക്കാൻ പലർക്കും പലതും പറ്റും, അല്ലേ? അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞത് അഖിലേഷ് സാറിനെ കുറിച്ചാണ്. അഖിലേഷ് സാറ് നമ്മളെ മനസ്സിലാക്കിയ സെറ്റില് ഉണ്ടാവുമ്പം അറിയാം എന്റെ അവസ്ഥ. എനിക്ക് ഈ വെപ്രാളം ചില സമയത്ത് ഞാൻ സെറ്റിൽ പലപ്പോഴും വീണിട്ടുണ്ട്, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ വീണിട്ടുണ്ട്. അതെ. അപ്പൊ അഖിലേഷ് സാറ് ഞാൻ പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട്, ക്ഷീണം, ടെൻഷൻ കൊണ്ട് പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട് ദിവ്യക്ക്. അപ്പൊ പിന്നെ സാറ് പറയും, നീ മക്കളെ വിളിച്ചോണ്ട് വാ, കുഴപ്പമില്ല, ഫുഡല്ലേ ഇവിടെ കൊണ്ടുപോവാ, ആരും പറയാനില്ല ഉച്ചക്കത്തെ ഫുഡോ രാത്രിക്കോ. ഞാൻ ഈ രാത്രിക്കത്തെ ഫുഡ് കൊണ്ടുപോകാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന മക്കളാണ്. എനിക്കറിയാം, കൊണ്ട് കൊടുത്തിട്ട് വേണം അവർക്ക് കഴിക്കാൻ. ആ ഒരു അവസ്ഥയാണ് എനിക്ക് ഓർമ്മയുണ്ട് ക്രിസ്. ദിവ്യ നമുക്ക് സെറ്റിൽ നിന്ന് എല്ലാവരും ഹോട്ടൽ റൂംസിലേക്ക് പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അത് മാത്രല്ല ആദ്യത്തെ വണ്ടിയിൽ തന്നെ ദിവ്യ പോവാൻ ശ്രമിക്കും. കാരണം ദിവ്യക്ക് പറയാൻ പറ്റില്ല, സീനിയോറിറ്റി വെച്ചിട്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ആദ്യത്തെ ട്രിപ്പിൽ വിടുക. പക്ഷെ ദിവ്യ ഇങ്ങനെ പറയും, എന്നെ ഒന്ന് വിടാമോ, ആർക്കാണ് ഫുഡ് വേണ്ടാത്തത്, ആ ഫുഡും കൂടി എനിക്ക് തന്നേക്കും എന്ന് പറയുമ്പോൾ ഒരമ്മ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് മനസ്സിലാക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മുടെ സെറ്റിൽ അത് മനസ്സിലാവുമായിരുന്നു. പക്ഷെ അങ്ങനെ മക്കളെ നോക്കിയ ഒരു അമ്മയാണിത്. അത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? അതുകൊണ്ട് പറയുമ്പോ എനിക്ക് അത്ര പൊള്ളുന്നത്. അതെ, എന്തെങ്കിലും പറയുമ്പോ പൊള്ളുന്നത് അതുകൊണ്ടാണ്. 2 രീതിയിലും. ഇപ്പോ മക്കളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, അത് ഞാനാണെങ്കിൽ പോലും അവരുടെ നന്മയ്ക്ക് ഞാൻ പറയുമ്പോൾ പോലും ഈ പരുന്തിൽ നിന്നും അമ്മക്കോഴി കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പോണ പോലെ കവറപ്പ് ചെയ്യാൻ വരുന്ന ദിവ്യ എനിക്കറിയാം. അത് ഇപ്പോഴും അപ്പൊ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ കുട്ടികൾക്ക് അമ്മ എന്ന് പറഞ്ഞാൽ അത്ര നല്ല അമ്മയാണെന്ന് എനിക്കൊരു ധൈര്യം ഉണ്ടാവും. എന്ത് വന്നാലും അവരെ നോക്കാൻ അമ്മയുണ്ട്. അപ്പൊ ഞാൻ കൂടെ നിന്നാ മതി, ഒരു സപ്പോർട്ടായിട്ട് നിന്നാ മതി എന്നുള്ള ധൈര്യം. തീർച്ചയായിട്ടും ക്രിസ് ബയോളജിക്കൽ ഫാദർ ആയതുകൊണ്ട് മാത്രം അച്ഛനാവില്ല. അതൊരിക്കലും എനിക്ക് വിശ്വാസമില്ല. ഇല്ല, എനിക്കത് നന്നായിട്ട് അറിയാം. കാരണം ഞങ്ങള് കല്യാണത്തിന് മുന്നേ എന്റെ ഒരു സ്റ്റുഡന്റ് എന്നെ അപ്പാന്ന് വിളിച്ചിരുന്നത് അത് അത്രത്തോളം ആത്മാർത്ഥ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോ ഒരു ഫാദർ ഫിഗർ എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് അച്ഛനാവാൻ കഴിയണം. ഇപ്പോ എല്ലാ പുരുഷന്മാരുടെയും മനസ്സിനകത്ത് ഒരു അമ്മയും കൂടിയുണ്ട്. അപ്പോ ചില സമയത്ത് കുഞ്ഞുമോള് സ്ട്രെസ്ഡാന്ന് പറയുമ്പോൾ കുഞ്ഞുമോൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റും. ആ ഒരു ധൈര്യം എനിക്ക് എന്തായാലും എന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് കുഞ്ഞുമോക്ക് അത് മനസ്സിലാവാൻ ചിലപ്പോൾ ഇനി വർഷങ്ങൾ എടുത്തെന്ന് വരും. ആയിരുന്നോ, അത് സാരില്ല, അത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലേ? അപ്പൊ അതില് മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ അമ്മയ്ക്ക് എന്താണ് ആവശ്യം? ശരിക്കും പറഞ്ഞാൽ ഒരു സപ്പോർട്ട് മതി. അതായത് ദേ കണ്ടോ ഇവരിങ്ങനെ ചെയ്യുന്നു എന്ന് പറയും. അതായത് മക്കൾ വലുതാവുമ്പോൾ അവർ മനസ്സിലാക്കില്ല അമ്മയ്ക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മ തകർന്നു പോകും എന്നുള്ളത്. അപ്പൊ എന്റെ ഇതിൽ പോലും ഞാൻ പല സമയത്തും അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കറിയാം അമ്മയുടെ മനസ്സ്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും വിളിച്ച് കളിയും ചിരിയൊക്കെ പറഞ്ഞ് ഞാൻ അതങ്ങ് സോൾവ് ചെയ്യും. അപ്പൊ അത് മക്കൾക്കത് മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല. 19 വയസ്സും 10 വയസ്സും എന്നൊക്കെ പറയുന്നത് കൊച്ചു കുട്ടികളാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ കൂടെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹമുണ്ട്. പലപ്പോഴും വർക്ക് ഡസ് നോട്ട് അലൗ മീ. കാരണം എനിക്ക് എന്റെ കുടുംബം നോക്കണം എന്നുള്ള ഈ ഓട്ടത്തിനിടയിൽ ആ ഇൻസ്റ്റന്റിൽ ചിലപ്പോൾ എനിക്ക് ഉണ്ടാവാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ കുഞ്ഞുങ്ങളെ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം ഓക്കെ അല്ലാണോ. അതെനിക്ക് കണ്ണിൽ കണ്ടാ അറിയാം. അതുകൊണ്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാലും കോൾ ലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും വീഡിയോ കോൾ ആയിരിക്കും. കാരണം ഞാൻ വീഡിയോ കോളിൽ വിളിച്ചിട്ട് എനിക്ക് കണ്ണ് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം ഓക്കെ ആണോ അല്ലേന്ന് അറിയാം. അപ്പൊ ചില സമയത്ത് ഇങ്ങനെ മുടിയൊക്കെ ചെയ്യും, ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കാം, വെറുതെയാ. അപ്പൊ അത് ആസ് എ പേഴ്സൺ എനിക്കത് മനസ്സിലാവും. ബാക്കില് കുട്ടികൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന വഴക്കുണ്ടായോ ശരി. അപ്പൊ ഐ എം റിയലി ഇൻ എ ഫാമിലി. എനിക്ക് ഞാനൊരു അച്ഛനാണ്, എനിക്ക് എന്റെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്.
നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്ക് അതിന് സമയമില്ല, കാരണം എനിക്ക് എന്റെ കുടുംബം നോക്കണം. അതുകൊണ്ട് നാട്ടുകാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ, അവരുടെ ഈ ലോകം ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വളരെ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം അവർക്ക് അതുവരെ, അതായത് ക്രിസ് അവരുടെ ലൈഫിലേക്ക് അച്ഛനായിട്ട് വരുന്നത് വരെ ഒരുപാട് കാലം അവർക്ക് അമ്മ മാത്രമായിരുന്നു, അച്ഛനും അമ്മയും, അല്ലേ ദിവ്യ? അച്ഛനും അമ്മയും അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ആഗ്രഹം. പക്ഷെ അതേ സമയം തന്നെ ഞാൻ നെഗറ്റീവായിട്ടല്ല, ഒരു പേടി ഉണ്ടാവും. ഞാൻ തുറന്നു പറയാട്ടോ. ഇപ്പൊ പുതിയൊരാള് അമ്മയുടെ സ്നേഹം ഷെയർ ചെയ്യാനായിട്ട് ഒരാള് വരുന്നു, അങ്ങനെ സാധാരണ എന്റെ മക്കളുടെ കാര്യം ഞാൻ പറയാം. എന്റെ മക്കൾക്ക് ഞാൻ കുഞ്ഞുമോളെ ഹേർട്ട് ചെയ്യുമോ എന്നുള്ള പേടിയാണ്. അത് ശരി. കാരണം അവര് കുഞ്ഞിനെ പോലെ നോക്കി നടക്കുന്ന അമ്മയാണ്. അവർ രണ്ടുപേരും ഒരു കുഞ്ഞിനെ പോലെ നോക്കുകയാണ് അമ്മേനെ. അപ്പൊ ഞാൻ കാരണം എങ്ങാനും ഞാൻ വിഷമിപ്പിക്കുന്നുണ്ടോന്ന് നോക്കി ആ സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന മക്കളാണ്. പക്ഷെ അതിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ ചിൽഡ്രൻ. അതെ ദിവ്യ, ഇപ്പൊ ക്രിസ് ഇത് പറഞ്ഞു, ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യക്ക് എല്ലാം ഈ 2 മക്കളായിരുന്നു. അപ്പോൾ ദിവ്യക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, വിവാഹം കഴിക്കാം, എനിക്കൊരു നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രിയും അങ്ങനെയാണ്. എല്ലാം സിനിമ എന്ന് പറയണോ സീരിയൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രി മോശമാണെന്നോ അല്ലെങ്കിൽ IT എന്നുള്ളതാണെന്നല്ല, അങ്ങനെയൊന്നും പറയില്ല. എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ കേരളത്തില് ഒറ്റയ്ക്കായി പോകുന്ന സ്ത്രീകൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും, എന്തൊക്കെ ഇപ്പോൾ എന്താണ് പണമുണ്ടെന്ന് പറഞ്ഞാലും, എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും, കരിയർ ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മളുടെ ഫെയിം നമുക്കുണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞാലും ഒറ്റയ്ക്കായിട്ടുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് സമൂഹമുണ്ട്. അങ്ങനെ ആ ടാർഗറ്റിന്റെ മുൾമുനയിൽ നിന്ന ഒരാളാണ് ദിവ്യ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ആളെ നമ്മുടെ സുരക്ഷിതത്വം എന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് റൈറ്റ് പേഴ്സൺ. ആദ്യം ഒരു അബദ്ധം പറ്റി, ഇനി ആ അബദ്ധം ഒരിക്കലും പറ്റരുതെന്ന് വിചാരിച്ചാണ് ക്രിസ്, എനിക്ക് തോന്നുന്നു ദിവ്യ ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും ഈ ഒരു തീരുമാനത്തിലേക്ക്. അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നോ സത്യത്തിൽ? അങ്ങനെ പറയരുത് ദിവ്യ പറയൂ. അല്ല, ഞാന് പറഞ്ഞില്ലേ ചേച്ചി, ഇതുപോലെ തന്നെ എനിക്ക് നമുക്ക് ഇത് ഞാൻ പറഞ്ഞ സപ്പോർട്ടിന് വേണം നമുക്ക്, അല്ലാണ്ട് നമ്മളെ മുതലെടുക്കാൻ വേണ്ടി ഒരാളെ ജീവിതത്തിലേക്ക് വരരുത്. അതുണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്താണ്, നമ്മൾ ഈ ആർട്ടിസ്റ്റ് എന്ന് നിൽക്കുമ്പോ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് വേറെയാ. നമ്മളാണെങ്കിൽ പൊട്ടന്മാര് സ്നേഹത്തിന് വേണ്ടി, അല്ലേ? നമ്മൾ പെണ്ണെന്ന് പറയുന്ന വർഗം അങ്ങനെയാ. ആണുങ്ങൾ ഒരു സ്നേഹം കിട്ടാത്തവര് ഒരു സ്നേഹം ആരെങ്കിലും തരുവോ എന്ന് വെച്ചാൽ നല്ലോണം സ്നേഹിക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുത്ത് സ്നേഹിക്കലേ. എല്ലാരും അനുഭവം ഇതായിരിക്കും, പക്ഷെ ആരും തുറന്ന് പറയില്ല എന്ന് മാത്രം. അവൻ നല്ലോണം സ്നേഹിക്കണ്ടല്ലോ എന്നെ, ആടാ ഒരു 5000 ഉണ്ടാ, അയ്യോ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യാ, കടം അവിടെ അത് കടമുണ്ടാ. അപ്പൊ നമ്മളെന്താ പറയാ, അത് നോക്കൂ, നമ്മള് കടം വാങ്ങി അങ്ങോട്ട് കൊടുക്കുക, സ്നേഹമല്ലേ കിട്ടുന്നത്. അവസ്ഥ. നമ്മള് ശരിക്കും പറഞ്ഞ പൊട്ടന്മാരായി, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ പൊട്ടന്മാരാ. അപ്പൊ ആയിക്കോട്ടെ, പൊതുവെ സത്യമാണ്, ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആട്ടോ. അതിന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ദിവ്യ. നമ്മളൊക്കെ പറയുന്ന വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല, സത്യസന്ധമായിട്ടുള്ളത് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയാം, ഒരു ഹ്യൂമൻ അത്രയേ ഉള്ളൂ. അത് പെണ്ണാവണം എന്നില്ല. ആണുങ്ങളുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണോ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളത്, അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡില് വാട്ട് എ മാൻ ക്യാൻ അണ്ടർഗോ, അത് ഞാൻ പോയിട്ടുണ്ട്. അത് എൻ്റെ അമ്മയോട് ചോദിച്ചാൽ അറിയാം. ഞാൻ വാട്ട് ഐ വെന്റ് ത്രൂ എന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് അറിയാം. കുറേയൊക്കെ അമ്മ പോലും കേട്ടിട്ടില്ല, അമ്മയ്ക്ക് പോലും കേൾക്കാൻ പറ്റാതെ, അതായത് അത്രത്തോളം സ്ട്രെയിൻ അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അറിയാം ഇതിൽ കൂടുതലുണ്ട്, പക്ഷെ അത് എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഇല്ല എന്നുള്ളത്. അത് ക്രിസ് പറയാനും ആഗ്രഹിക്കുന്നില്ല പുറത്തേക്ക്. എന്തിന്? അതെ, പറഞ്ഞ് വെറുതെ എന്തിന്? ആൾക്കാർക്ക് കാണുമ്പോ ഇവൻ ജാടയാണ്, ഇവൻ താടിയാണ്, ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയണ, വെറും ഈ കോമാളിയാണെന്ന് പറയുന്നത് പറഞ്ഞോട്ടെ. ഞാൻ അനുഭവിച്ചത് ഞാൻ അറിഞ്ഞു, കുഞ്ഞുമോൾ അറിഞ്ഞു, മതി. ഈ കുറ്റപ്പെടുത്തവനും ഇതേ സ്റ്റേജിൽ പോകുന്നവരായിരിക്കും, എന്നാലും അതിന് വേറൊന്നുമില്ല, അതിന് ചെറിയ അസൂയ, കുശുമ്പ് എന്നൊക്കെയാണ് വാക്കുകൾ. അത്രേ ഉള്ളൂ. അതില് ആസ് എ ഹ്യൂമൻ നമ്മൾ എല്ലാവരും സ്നേഹത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഒരു കോംപ്രമൈസ് വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ മാനിപ്പുലേറ്റിംഗ് ബിഹേവിയർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ മുതലെടുത്ത് ജീവിക്കാം. അപ്പൊ ഇത് ആണായാലും പെണ്ണായാലും, അതായത് ഒന്ന് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ തലയിൽ ചവിട്ടി ഡാൻസ് കളിക്കാൻ തീരുമാനിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അതേപോലെ തിരിച്ച് ഇവൾ ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ ഇവളുടെ സ്വത്ത് മുഴുവൻ എനിക്ക് അടിച്ചെടുത്ത് ഞാൻ ജീവിക്കാന്ന് കഴിയുന്ന പുരുഷന്മാരുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ഞങ്ങൾ കല്യാണം അറിയിച്ചു, ഞങ്ങൾ എല്ലാവരും അറിയിച്ചു തുടങ്ങി.
അറിയിച്ചു തുടങ്ങിയപ്പോൾ കുഞ്ഞുമോക്ക് ഒരു ഫോൺ കോൾ, ഇവനെ കുറിച്ച് അന്വേഷിച്ചിട്ടാണോ, ഇവൻ ആള് മഹാ മോശമാണ് എന്ന് വളരെ മോശമായിട്ടുള്ള ഒരാളാണ് വിളിച്ചു പറയുന്നത്. ശരി, നീ 10 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അപ്പൊ അങ്ങനെ വാർണിംഗ് ഒക്കെ. അപ്പൊ അതുപോലെ തന്നെ അവൾക്ക് പഠിപ്പില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറയാം, എന്റെ അടുത്ത് അത് ഒരേ സ്ഥലത്ത് നിന്നാ വരുന്നതെന്നാണ് ഏറ്റവും കോമഡി. നിങ്ങളുടെ വൈബ് കറക്റ്റ് ആവില്ല. അയ്യോ ദിവ്യക്ക് പഠിപ്പൊന്നുമില്ല, എക്സ്പോഷർ ഇല്ല. ക്രിസ്റ്റിന് ഭയങ്കര എക്സ്പോഷർ ഉള്ള ആളാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. ചോദിക്കട്ടെ, ഞാൻ കുഞ്ഞുമോളോട് പറഞ്ഞു, നിനക്ക് ഇംഗ്ലീഷ് അറിയാത്ത സ്ഥലത്ത് നിനക്ക് നാഭാവാൻ ഞാനുണ്ട്. എനിക്ക് കണ്ണൂർ ഭാഷ അറിയില്ല, അവിടെ നീ എനിക്ക് നാവായിക്കോ, കുഴപ്പമില്ല. എന്റെ അടുത്ത് പറഞ്ഞ എന്താ അറിയാ, ഞാൻ പറഞ്ഞു അത് മീൻസ് അതായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് നല്ലൊരു കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല കുട്ടി തന്നെയാണ്. പക്ഷെ ക്രിസ്സിന് കുറച്ചും കൂടി വിദ്യാഭ്യാസമില്ല ആരെങ്കിലും നോക്കിയാൽ പോരുന്നത്. ക്രിസ് ഉണ്ടായിരുന്ന സമയത്ത് ഇവരൊക്കെ എവിടെ പോയി ചോദിക്കുന്നത്. ഈ കല്യാണത്തിന് മുന്നേ ഈ പറഞ്ഞവരൊക്കെ എവിടെ പോയി? ലൈഫ് അറിയുന്നവരാ. പിന്നെ എല്ലാം തികഞ്ഞ അങ്ങനെ വിദ്യാഭ്യാസവും സൗന്ദര്യവും സ്റ്റാറ്റസും ഒക്കെ തികഞ്ഞ ഒരാളെ എന്താ കൊണ്ടേ കൊടുക്കാതിരുന്നത്? ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടാ, അത് എനിക്കത് ഫീലായപ്പോ ഞാൻ പറഞ്ഞ കേട്ടോ ശരിയാന്ന്, എനിക്ക് പഠിപ്പില്ല. കാരണം 18 വയസ്സിൽ ഞാൻ പിന്നെ അവിടെ പഠിപ്പ് മുടങ്ങിയ പിന്നെ എന്തോ ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം, അന്ന് ഇംഗ്ലീഷ് മീഡിയം നമ്മൾ പഠിച്ചില്ല, മലയാളം ഒരു അറിയാലോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരേ ഒരു വാക്ക്, മലയാളം അറിയില്ലേ? ഞമ്മള് മലയാളം അറിയാം, അതിനെ കണ്ണൂരാണ് സംസാരിക്കുമ്പോ അതെന്നെ ചിലവർക്ക് മനസ്സിലാവില്ല. അപ്പൊ പറഞ്ഞു, നിനക്ക് സ്നേഹിക്കാൻ പറ്റൂലേ, നിനക്ക് നല്ലൊരു ഭാര്യയാവാൻ പറ്റൂലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ഒരേ ഒരു വാക്ക്, എനിക്ക് ഭാര്യയാവാൻ പറ്റും, എനിക്ക് സ്നേഹം തരാൻ പറ്റും, ഇതെനിക്ക് തരാൻ പറ്റും. അതിൽ കൂടുതൽ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. അതാണ് ഇല്ലാതിരുന്നതും. ബിക്കോസ് ഒരു കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജ് ഓൾഡ് ട്രഡിഷൻ, നമ്മുടെ കുട്ടിക്ക് പണ്ടത്തെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ ഒരു 14 വയസ്സായ കുട്ടി ഒരു 5 വയസ്സ് 6 വയസ്സായ കുട്ടിയുമായിട്ട് ഒരു ചൈൽഡ് മാരേജ് നടക്കും. എന്നിട്ട് അവർ രണ്ടുപേരും അവരുടെ 2 വീട്ടിലേക്ക് പോകുന്നു. പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് ഇവർക്കൊരു മുഹൂർത്തം കുറിച്ച് ഇവർ ചേർന്ന് വരുന്നു. പലപ്പോഴും അക്കാലത്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ജോണ്ടിസും അതുപോലത്തെ രോഗങ്ങളും വന്ന് അവര് ഹസ്ബൻഡ് മരിച്ചു പോകുന്നു, 5 വയസ്സ് 6 വയസ്സായ കുട്ടി വിഡോ ആകുന്നു എന്നൊക്കെയുള്ള നെഗറ്റീവ് സൈഡ് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തീക്ക് ചുറ്റും നടക്കുമ്പോൾ ആ കൊച്ചുകുട്ടികൾ പറയുന്നത്, നിന്റെ ആവശ്യത്തിന് ഞാൻ നിന്റെ കൂട്ടിനുണ്ടാവും, നിനക്ക് ഞാൻ താങ്ങും തണലും ആവും, ഞാൻ കഴിച്ചില്ലെങ്കിലും നിന്നെ ഞാൻ കഴിപ്പിക്കും, ഞാൻ ഉടുത്തില്ലെങ്കിലും ഞാൻ നിന്നെ ഉടുപ്പിക്കും എന്ന് ഒരു കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി ആ റെസ്പോൺസിബിലിറ്റി പഠിപ്പിച്ചിരുന്ന ഒരു സിസ്റ്റം. ഇത് വലുതായി കഴിഞ്ഞ ആൾക്കാർക്ക് എന്താ മനസ്സിലാവാത്തത്? ഞാൻ അഗ്നിക്ക് ചുറ്റും പോകുമ്പോൾ കുഞ്ഞുമോളുടെ കൈ പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാലിലെ കട്ടവിരൽ പിടിച്ച് ഞാൻ അമിയിൽ വെച്ചിട്ട് ഞാൻ പറയാണ്, അവിടെ ദാ നോക്കൂ അരുന്ധതിയെ കാണൂ, അതുപോലെ നമ്മൾ ചേർന്നിരിക്കണം, എത്ര കാലം കഴിഞ്ഞാലും ചേർന്നിരിക്കണം, അതുപോലെ ഇരിക്കണം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ട് മാത്രമേ ഞാനത് പറയാവൂ. ഞാൻ തീക്ക് ചുറ്റും എടുത്ത ആ സത്യങ്ങൾ, ആ സപ്തതി എന്ന് പറയുന്ന അതിനിടയ്ക്ക് ഞാൻ എടുക്കുന്ന ഈ കാര്യങ്ങൾ കുഞ്ഞുമോക്ക് എന്താണോ ആവശ്യമുള്ളത്, ഐ ഡോണ്ട് വാണ്ട് ഹർ ടു ബി ടേണിംഗ് ഔട്ട് ടു ബി എ വീഗൻ ഓർ എ വെജിറ്റേറിയൻ ഫോർ മീ. ബിക്കോസ് ജീവിതകാലത്ത് എന്താണോ കഴിച്ചിട്ടുള്ളത് അത് തന്നെ കഴിക്കണം, എന്റെ മക്കളും അങ്ങനെ തന്നെ കഴിക്കണം, അത് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ഉണ്ടാവണം. അതേപോലെ ഞാൻ കഴിക്കുന്നത് ഇനി മുതൽ നീ നോൺ വെജ് കഴിക്കണം എന്ന് ഇവരാരും പറയുന്നില്ല. അതിനേക്കാളും കൂടുതൽ എന്താണ് നല്ല ലൈഫ് ഉണ്ടാവുന്നത്? ക്രിസ്, ഞാനൊരു സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ റീൽസിൽ നോക്കിയപ്പോ ദിവ്യയുടെ കാലിൽ ചിലങ്ക് കെട്ടി കൊടുക്കുന്ന ക്രിസിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ദിവ്യ ഡാൻസ് ചെയ്യുന്ന വീഡിയോ, അതിന്റെ താഴെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കമന്റ്സിനെ കാണുന്നത് ഒന്നും നോക്കിയിട്ട് ആവശ്യമില്ലാത്തന്നെ അപ്പം തന്നെ എടുത്ത് കളയും. ഇപ്പൊ എന്നെയും ഒരുപാട് ബുള്ളി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പലതും പറഞ്ഞ്. പക്ഷെ നമ്മൾക്ക് അറിയാം എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത്. നമ്മൾ ലോപ്പ് സൈഡഡ് വൺ സൈഡഡ് ആയിട്ടല്ല ചിന്തിക്കുക. അപ്പൊ ആ കമന്റ് സെക്ഷനകത്ത് ദിവ്യക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല, മോഹിനിയാട്ടം എത്ര വർഷം കൊണ്ട് ചെയ്യേണ്ടത്, ഒരു സെമി ക്ലാസിക്കൽ മ്യൂസിക്കിന് ആണ് ചെയ്തത് അല്ലെ, വേഷം മാത്രമേ മോഹിനിയാട്ടത്തിന്റെ ഉള്ളൂ. അപ്പോ ഞാനപ്പോ അത് എനിക്ക് തോന്നിയൊരു കാര്യം ഇതാ, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം, നമുക്ക് അറിയുന്നത് പോലെ അത് ചെയ്യാം, അത് ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാം, വേണ്ടാത്തവർക്ക് ദേ ഹാവ് ഓപ്ഷൻസ്. ഇതെന്താ വെച്ചാ ഇത് ഞാൻ പറയട്ടെ, ഇതിനിപ്പോ ഇവിടെ പറയാം, ആളാരാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാന് സത്യം പറഞ്ഞ ഏട്ടനെ പരിചയപ്പെട്ട സമയത്ത് എനിക്ക് ഏട്ടന് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ നോക്കിയപ്പോ ഏട്ടൻ ഒരുപാട് പാട്ട് പാടിയിട്ട് കേൾക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യും. ഇത് കരഞ്ഞിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏട്ടന്റെ ലൈഫിലെ കുറെ കഥകളൊക്കെ കേട്ടപ്പോ എന്തോ എനിക്ക് അത് ആ ഒരു പാട്ടിന് എനിക്ക് അറിയില്ല ചെയ്യാനെങ്കിലും അറിയുന്ന രീതിയിൽ എനിക്കതൊന്ന് ചെയ്തിട്ട്
ഏട്ടന് ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചു. That was a gift for him, അല്ലേ? ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ഞാൻ അത് ബാക്കിയുള്ളവർ കാണേണ്ട കാര്യമല്ല. ഇല്ല. അപ്പൊ പക്ഷെ അത് ഭഗവാന്റെ മുന്നിൽ ഞങ്ങൾ സമർപ്പിച്ചതാണ്. ഞാൻ ഇത്രയും വിചാരിച്ചില്ലേ ചേച്ചി. ഞാൻ വിചാരിച്ചത് ഏട്ടനോട് പറയാതെ കണ്ട് സത്യം ആ സോങ് കേട്ടപ്പോ അറിയാം, ഞാൻ എത്രയോ പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. ആ പാട്ട് കേട്ടപ്പോഴും ഏട്ടന്റെ സ്റ്റോറി അറിഞ്ഞപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏട്ടന്റെ ഓരോ പാട്ട് പാടിയത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാര്യം. മക്കൾക്കും ഇഷ്ടമാണ് അത് പാട്ട് കേൾക്കാൻ. നന്ദു മോൻ ആ പാട്ട് വെച്ചോണ്ടിരിക്കും. ഒരുപാട് സോങ് ഇങ്ങനെ വെച്ചിട്ട് പറയും അപ്പൊ പാവല്ലമ്മ, അപ്പൊ എന്റെ മുഖം നോക്കിയമ്മ ഇങ്ങനെ പറയും. അപ്പൊ എനിക്കിങ്ങനെ അത് അതെങ്ങനെയെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കണല്ലോ. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ചേച്ചിയുടെ മോളോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഉണ്ട് കേട്ടോ, എനിക്കൊന്ന് പാട്ട് ഇതിന് എനിക്ക് ഡാൻസ് പഠിപ്പിച്ചു തരുമോ, വീഡിയോ കോൾ വിളിച്ചിട്ട്. അപ്പൊ അവക്ക് സമയമില്ല. മോളോട് പറഞ്ഞപ്പോ മോക്കും പറ്റുന്നില്ല. പിന്നെ ലാസ്റ്റ് രണ്ടും കെട്ടി ഞാൻ പറഞ്ഞു ഏട്ടാ എനിക്ക് അതൊന്ന് ഡാൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഏട്ടൻ തന്നെയാണ് രജനി ടീച്ചറുടെ അടുത്ത് എന്നെ ആക്കിയതും. ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് കയ്യും കാലമൊക്കെ വേറെ, ഇതൊന്നും ശരീരമൊന്നും വഴങ്ങുന്നില്ല. ചേച്ചി ചെയ്ത് ശീലമില്ലല്ലോ, നന്നായിരുന്നു ദിവ്യ. വരുന്നില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഇപ്പൊ മോഹിനിയാട്ടം ഒരു ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസിന്റെ ലെവലിലേക്ക് അത് ഉയർന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് മോഹിനിയാട്ടം അല്ല. ഇപ്പൊ നമുക്ക് അറിയാലോ ഇപ്പൊ കൈ ഇപ്പം ഇങ്ങനെ വെച്ചാൽ ഞാൻ ഇത് ഇങ്ങനെയാണോ വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എത്ര പഠിപ്പിച്ചു തന്നാലും എന്റെ തലയിൽ അത് കയറണമെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. എനിക്ക് അറിയില്ല. ഞാനത് എല്ലാവരോടും പറഞ്ഞു എനിക്ക് അറിയില്ല. കൈ ഇപ്പൊ ഇവിടെ വെക്കണോ ഇവിടെ വെക്കണം എന്ന് പറഞ്ഞാലും കളിക്കുമ്പോ എന്റെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. അത് അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഞാൻ അതേയല്ല എന്റെ ഏട്ടന് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഗുരുവായൂരപ്പൻ തന്നതാണ് ലൈഫ് എന്ന് പറഞ്ഞത്. ഇത്രയും പ്രശ്നങ്ങളും സ്ട്രഗിൾ ചെയ്തപ്പോഴും ഒരാളും നല്ലൊരു വ്യക്തി പോലും എന്റെ ജീവിതത്തിൽ എനിക്കൊരു ലൈഫ് തരാമെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാരും എന്തിനായിരിക്കും വരുന്നത് അല്ലേ? പണം കണ്ടിട്ടോ അല്ലെങ്കിൽ ശരീരം കണ്ടിട്ടോ ആയിരിക്കും വരുന്നത്. പക്ഷെ ആത്മാർത്ഥമായിട്ട് കുടുംബജീവിതം എനിക്ക് മെയിനായിട്ട് എൻ്റെ മക്കളാ. ഞാൻ എപ്പോഴും പറഞ്ഞതാണ് മക്കൾ സേഫ് ആവണം. അവർക്ക് എനിക്കൊരു ഐഡന്റിറ്റി വേണം. അല്ലാണ്ട് എത്രയോ പേര് കല്യാണം കഴിക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ട് എന്തിനാ കല്യാണം കഴിക്കുന്നത്, 2 കുട്ടികളായില്ലേ എന്നാണ് ഇങ്ങനെ ലിവിങ് ടുഗദറായി നിന്നാ പോലെ. അതൊരിക്കലും എനിക്ക് ശാശ്വതമല്ല. ഇതെന്താ ടെസ്റ്റ് ചെയ്തിട്ട് വിടാൻ വേണ്ടിയിട്ടുള്ള സംഭവമൊന്നും അല്ലല്ലോ. എനിക്കൊരു ലൈഫ് വേണം. കാരണം എനിക്കൊരു ഐഡന്റിറ്റി വേണം. ഇതെന്റെ ഭർത്താവാണ്, 4 ആൾ അറിയണം നമുക്കിങ്ങനെ ഫാമിലി ഉണ്ട്. അല്ലാണ്ട് ഞാനിങ്ങനെ കൊണ്ടുവന്നെ എനിക്ക് ഒരു കാര്യമില്ല. നാളെ പിറ്റേന്ന് മോള് കല്യാണം കഴിക്കുമ്പോ ഇതാര് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റണേ ചേച്ചി അല്ലേ? വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡാണത്. ഇതിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ദിവ്യ ഒരു കാര്യം മനസ്സിലാക്കും. നമ്മുടെ നാട്ടില് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ പോലും പറയാത്ത എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, വളരെ സെൻസിബിൾ ആണത്. എന്തിനാ കല്യാണം കഴിക്കുന്നത് ചോദിക്കുന്നത്. കല്യാണം കഴിയാത്ത ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം, നമുക്കത് പറ്റൂല. എനിക്ക് 2 കുട്ടികളാണ്. എനിക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ കളിക്കാൻ വേണ്ടി ഇല്ല. ഇനി ലൈഫ് ഇല്ല ചേച്ചി, തീർന്നു. നല്ലൊരു ലൈഫ് കംപ്ലീറ്റ് എന്റെ തീർന്നു അല്ലെ? ഞാൻ പറയുന്നത് അങ്ങനെയല്ല, പേടിച്ചിരുന്നു അങ്ങനെ. ഞാൻ പറഞ്ഞങ്ങനെയല്ല. ഞാൻ നല്ലൊരു ലൈഫ് ആഗ്രഹിച്ചിട്ട് അതെനിക്ക് കിട്ടിയില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു ഒരു 32 വയസ്സ് ആ സമയത്താണ് ഞാൻ ഈ വേണ്ടാന്ന് വെക്കുന്നത്. അത്രപോലെ എനിക്ക് ആ ലൈഫ് മൊത്തം പോയി. എനിക്കൊരു നല്ല ലൈഫ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരുന്നു, ഞാൻ കഷ്ടപ്പെടുന്നു. അപ്പോഴും മക്കളെ കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ. വീടില്ല, വാടക കൊടുക്കണം, അതടക്കണം ഇതടക്കണം. കിട്ടുന്ന ചിലപ്പോൾ ഒരു മാസം വർക്കേ ഉണ്ടാവൂല, 2 മാസം ഉണ്ടാവൂല. ഈ സമയത്ത് ഞാൻ പറയുന്നത് എനിക്ക് എന്നെ ബിന്ദു അമ്മ പത്തനംതിട്ടയിൽ ഇപ്പം ഏട്ടന്റെ വൈഫായിട്ട് ചെയ്യുന്നത് ബിന്ദു അമ്മയാണ്. അത് ഞാൻ വന്ന് ചേച്ചി ഉണ്ട് ആ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോ 8000 രൂപയാന്ന് തോന്നുന്നു അമ്മ എനിക്ക് ബിന്ദുമ്മ എനിക്ക് തന്നത്. കൊടുക്കാൻ പോലും എനിക്ക് പറ്റില്ല. 2000 അങ്ങനെ ഞാൻ ചില്ലറാക്കിയത് പെൻഡിങ് വെച്ചിട്ടാണ് അന്ന് ഞാൻ കൊടുത്തു തീർത്തത്. എനിക്ക് ഞങ്ങള് പത്രമാറ്റ് ഓഫ് ഷൂട്ട് ടൈം ഉണ്ടല്ലോ, അപ്പോൾ കൂടുതലും പറയുമ്പോൾ ഞാനൊരു മൂത്ത മകനെ പോലെ. കാരണം ബിന്ദുമ്മയുടെ മകനെക്കാളും 1 വയസ്സ് വ്യത്യാസമാണ് എനിക്കുള്ളത്. ഞാൻ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ രാവിലെ അമ്മ എന്ന് വിളിച്ച് ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ ദേഷ്യം വരും. ഓ നീ നേരത്തെ വേറെ എവിടെയോ പോയോ എന്ന് പറഞ്ഞ് അങ്ങനെ ദേഷ്യം കാണിക്കുന്ന കൊച്ചുകുട്ടികളുടെ സ്വഭാവം. എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, കൃഷ്ണ അവരിങ്ങനെ പറ്റിച്ചു, കൃഷ്ണ ഇവരിങ്ങനെ പറ്റിച്ചു. ഇങ്ങനെ പറയുമ്പോ ആ പറയുന്ന ഒരാളുടെ വായിന്ന് അവൾ പാവമാണ്, അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം എന്ന് ദിവ്യയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ എന്നോട് പറയുന്ന പോലെ അല്ലേ ഞാൻ കാണും. തീർച്ചയായിട്ടും. അപ്പൊ അത് അത്രത്തോളം വിശ്വാസവും സ്നേഹവും ഉള്ളത് കൊണ്ടാണ്. അന്ന് നമുക്ക് പെൻഡിങ് ആവുമല്ലോ പൈസ, നമുക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടാൻ ലേറ്റ് ആവും. അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു ആ സെറ്റിൽ അല്ലെ? അപ്പോഴാണ് എനിക്ക് ടെൻഷൻ ഇങ്ങനെ. അപ്പോഴാണ് ബിന്ദു എനിക്ക് തന്നത് ആ പൈസ. ഒരിക്കലും ഞാൻ മറക്കൂല അത്. അതുപോലെ തന്നെ ദിവ്യ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ബ്യൂട്ടീഷ്യൻ ബ്രൈഡലിനൊക്കെ പോവും അങ്ങനെയൊക്കെ. പിന്നെ പെയിൻ ഗസ്റ്റുകളെ നിർത്തിച്ചു. കാരണം പെയിൻ ഗസ്റ്റുകൾ നിർത്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ
മക്കൾക്ക് ആളാവണം. അതെ, ഞാൻ കൂട്ട് ലേറ്റ് വേണം ആയിട്ട് വീട്ടില്. വീട്ടിലെത്തിയാലും മക്കൾക്ക് കുട്ടികളുണ്ടല്ലോ ഈ ചേച്ചിമാരി എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെയായിരുന്നു ഞാൻ. ഇപ്പോഴും ഞാൻ പറയുന്നത് പ്രിൻസി എന്ന് പറഞ്ഞ കുട്ടീനെ കുറിച്ചാണ്. പ്രിൻസി, മേഘ, ഇവരെ കുട്ടിയുടെ പേര് പെട്ടെന്ന് മറന്നു തരാം. അപ്പൊ ഈ പ്രിൻസി എന്ന് പറഞ്ഞ കുട്ടി അത്ര ഇവരെ അങ്ങനെയായിരുന്നു ചേച്ചി. ഞാൻ വീട്ടിൽ പോയി നിൽക്കും, അവള് വന്ന് നിൽക്കും, അമ്മേന്ന് വിളിക്കും. ആ ഒരു തന്നെയായിരുന്നു മക്കൾക്ക് അത്ര. അതുകൊണ്ട് ഞാൻ ഒരു 4 കുട്ടികളെ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിർത്തി. അവര് തരുമല്ലോ ചേച്ചി, നമുക്ക് വർക്കില്ലെങ്കിലും നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. അതെ, നമ്മൾ ഉണ്ടാക്കുന്നതിൽ കുറച്ച് അധികം ഉണ്ടാക്കണം. അവർക്ക് നമ്മളെ വീട് പോലെ തന്നെ അവർക്ക് എടുത്ത് കഴിക്കാം. അത് എനിക്ക് ആശ്വാസമാണ്. ഞാൻ ഷൂട്ടിനും പോയിട്ട് വരുമ്പം എൻ്റെ മക്കൾക്ക് വീട്ടിൽ ആളുണ്ട്, കൂടെ പുറപ്പുകളെ പോലെ ആളുണ്ട്. 2 വാക്ക് പറഞ്ഞു കൊടുക്കാൻ അതിന് ആളുണ്ട്. പക്ഷെ അവരൊക്കെ വലിയ പഠിക്കുന്ന മക്കളാ, എനിക്കതില്ല. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഇല്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ നന്ദു എനിക്ക് പറഞ്ഞു കൊടുക്കാനോ അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ മറ്റുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷും അത് ഇതെല്ലാം പഠിക്കുമ്പോൾ എനിക്ക് വിഷമാണ്. ഞാനിങ്ങനെ ആയതുകൊണ്ടല്ലേ എൻ്റെ മക്കൾ ഇങ്ങനെ ആയത്. അയ്യോ ദിവ്യ, കരയരുത്, കരയരുത് ദിവ്യ. ദിവ്യ ഭാഗ്യവതിയാണ്. അത്രയും വേദനകൾ അനുഭവിച്ചിട്ട് അവസാനം ദിവ്യക്ക് ഗുരുവായൂരപ്പൻ വിളിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് ഇത്രയും നല്ല ഒരു ജീവിതം തന്നത്. ഇനി കരയരുത്, ദയവേത് ഇനി കരയരുത്. അതില് ഞാൻ ലെറ്റ് മീ ആഡ് സംതിങ്. നമുക്ക് തിരുക്കുറലില് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈன்ற പൊഴുതൻ പെരുതുവക്കം തൻ മകൻ സാൻറോൺ എന്ന് കേട്ടതായി. ഒരു അമ്മയ്ക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ വലുത് ആ മകൻ അല്ലെങ്കിൽ ആ മകൾ നല്ലവനാണ് നല്ലവളാണെന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ്. തീർച്ചയായും. അപ്പോ അതില് എൻ്റെ മക്കൾ അങ്ങനെ വളർന്ന് കുഞ്ഞുമോക്ക് നല്ല പേര് എടുത്തു കൊടുക്കും എനിക്ക് തീർച്ചയുണ്ട്. കാരണം അത്രത്തോളം ജീവിതത്തിൽ കുഞ്ഞുമോൾ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും ഞാൻ ദേവിയോട് മോനോട് ഞാൻ ചോദിക്കാറുണ്ട്, നീ ഇപ്പോൾ ഈ ചെലവാക്കിയത് എത്ര ആണെന്ന് അറിയാമോ? ഇപ്പൊ ഇത്ര പാക്കറ്റ് പാല്, അതായത് ഇത്ര ദിവസം പാല് വീട്ടിൽ വാങ്ങിക്കുന്ന അത്രയുമാണ് ഇത് ചെലവായി പോയത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ മേ ബി ഹീസ് ഗെറ്റിംഗ് ടു അണ്ടർസ്റ്റാൻഡ് എനിക്ക് ഈ അമ്മ എന്താണ് എന്ന് അവർ മനസ്സിലാക്കണം. പലപ്പോഴും ഇക്കാലത്തെ കുട്ടികൾക്ക് അമ്മമാരെന്ന് പറയുന്നത് അവർക്കൊരു ഇറ്റ്സ് മോർ ലൈക്ക് എ പിൻകുഷൻ. അവരുടെ ദേഹത്ത് വരുന്ന സൂചിനെ കുത്തി മാറ്റാനുള്ള ഒരു പിൻകുഷൻ മാത്രമായി പോകുന്നു അമ്മമാര്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഈன்ற പൊഴുതിൻ പെരുതുവക്കം തൻ മകൻ സാൻറോൺ എന്ന് കേട്ടതായി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ജനിച്ചപ്പോൾ ഉണ്ടായ സന്തോഷത്തിനേക്കാൾ കൂടുതൽ ഏത് ഗുരുവായൂരപ്പന്റെ മുന്നിലാണോ ഞാൻ എന്നെ പ്രഗ്നന്റ് ആണെന്ന് അമ്മയെ അറിയാതെ ചെന്ന് പ്രാർത്ഥിച്ച ആ സമയത്ത്, അങ്ങനെയാണ് എനിക്ക് കൃഷ്ണൻ എന്ന് പേരിടുന്നത്. ഓ അത് ശരി. ഗുരുവായൂർ വെച്ചിട്ടാണ് അമ്മയെ അറിയുന്നത്. അപ്പൊ ആ സന്തോഷം എൻ്റെ മകള് കൃഷ്ണനായിട്ട് ഇന്നലെ കളിച്ച ഡാൻസ്, കുഞ്ഞുമോൾ ഇന്നലെ കളിച്ച ഡാൻസ്, അത് കണ്ട് അമ്മയ്ക്ക് പണ്ട് ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ പണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് ചെലങ്ക വാങ്ങിച്ചു. ഞാനത് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് ലൈഫിൽ ഒരു ഫുൾ സർക്കിൾ വരണം എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് ചെലങ്ക എടുത്ത് കൊടുക്കാനുള്ള ഒരു അവസരം അത് എൻ്റെ കുഞ്ഞുമോളും മോളും സാധിച്ചു. അത് കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തില് നമ്മൾ എല്ലാരും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതിലെടുത്ത്. അതേപോലെ കുഞ്ഞുമോക്ക് എന്താ കുടിക്കാൻ വേണ്ട ജ്യൂസ് വേണം എന്ന് പറഞ്ഞാൽ ജ്യൂസ് വാങ്ങിച്ചു വരുന്ന സമയത്ത് ഒരു ബോട്ടിൽ റോസ് മിൽക്ക് വാങ്ങിച്ചു കൊടുത്തു. കാരണം അമ്മ പണ്ട് ഹോട്ടലിൽ വന്നിട്ട് റോസ് മിൽക്ക് കുടിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു ബുക്കിൽ. അപ്പോ എനിക്ക് ദീസ് മൂമെന്റ്സ് ആർ വെരി സ്പെഷ്യൽ ടു മീ. കുഞ്ഞുമോൾ എനിക്ക് തരുന്നത് എന്താണെന്ന് കുഞ്ഞുമോൾക്ക് അറിയില്ല. കാരണം ഞാൻ ഒരു ആയുഷ്കാലം മുഴുവനും ഞാൻ ലോകം മുഴുവനും എല്ലാവരുടെ എല്ലാ ഋഷിമാരുടെ അടുത്തും സന്യാസിമാരുടെ അടുത്തും തെണ്ടിയാലും കിട്ടാത്ത സന്തോഷം ചുമ്മാ ഇങ്ങനെ ഒരു പ്ലാറ്റർ വെച്ച് തരികയാണ് കുഞ്ഞുമോൾ. അപ്പൊ അത് എന്താണെന്നുള്ളത് മേ ബി ഷി വിൽ അണ്ടർസ്റ്റാൻഡ് ലേറ്റർ. അതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ കിട്ടാനൊന്നുമില്ല, ഒന്നും കിട്ടാനില്ല. ക്രിസ് എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്ത പോലെ ജീവിച്ചിരുന്ന ആളായിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ഈ ബാക്കി കുഞ്ഞുമോളെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ എന്നെ ദ്രോഹിക്കാനോ സമയം കണ്ടെത്തിയ ആ മഹത് വ്യക്തികൾ, ഞങ്ങളുടെ ജീവിതം പഠിപ്പിച്ച ആൾക്കാർ, അവരുടെ ലൈഫിലൊന്നും ആലോചിച്ചു. സത്യം, അവരെന്റെ ഗുരുക്കന്മാരാണ്. ഈன்ற പൊഴുതൻ പെരുത്തുവക്കം തൻ മകൻ സാൻറോൺ എന്ന് കേട്ടത് ഞങ്ങളുടെ വായിൽ നിന്ന് പറയുന്ന ഞങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ അച്ഛനമ്മമാർക്ക് അത് മാനക്കേടാണ്. അവർ ചെയ്തത് തെറ്റാണ്. അവരുടെ കാർമിക് സൈക്കിൾ ആലോചിക്കുമ്പോൾ എനിക്ക് അവരുടെ വിഷമം തോന്നും. കാരണം അവരിനി എത്രത്തോളം കഷ്ടപ്പെടാൻ പോകുന്നു എന്ന് അവർക്ക് അറിയില്ല. തിരിച്ച് കാരണം അത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരെയും ഞങ്ങളുടെ മക്കളെയും. എന്റെ മോക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഞാൻ പെടഞ്ഞ് ഞാൻ അവിടെ എത്തുമ്പോ അവിടെ ആ കുഞ്ഞ് ആഗ്രഹിക്കുന്ന ആകെ ഒരു കാര്യമുള്ളൂ, ഞങ്ങൾ രണ്ടുപേരും അടുത്തുണ്ടാവണം, കൈ. എന്റെ മോന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ സൂചി കാണുമ്പോൾ പേടി വരുമ്പോൾ വിളിക്കുന്ന എന്നെയാണ്. ഞാൻ ഈ വഴക്ക് പറയണ ഞാനാണ്. ഞാൻ എന്റെ മോനെ വഴക്ക് പറയുന്ന സ്നേഹം കൊണ്ട് വഴക്ക് പറയണതാ.
പക്ഷെ അവന് സൂചി കണ്ട് പേടിക്കുമ്പോൾ എന്നെ തന്നെ വിളിക്കുക. അപ്പൊ ഞാൻ പറയടാ ഇത് എന്തോന്ന് പോവാൻ പറ എന്ന് ചിരിച്ചു കളയുമ്പോൾ ഹിൽ ബി ഓക്കെ. അപ്പൊ എവിടെയോ എനിക്ക് കിട്ടുന്ന ഈ സന്തോഷം. അച്ഛൻ ഹീസ് ഓൾമോസ്റ്റ് ഇപ്പൊ 86 അമ്മ 74. അപ്പൊ ആ പ്രായത്തില് അവര് രാത്രി 10 മണി വരെ ആ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് പ്രോഗ്രാം കണ്ടിട്ട് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ ലൈഫ് ഫുള്ളായി. അമ്മ പണ്ട് ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹിച്ച അമ്മയുടെ കയ്യിൽ